82 ക്യാമ്പുകളിലായി 8304 പേരാണ് വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നത്. ഈ രക്ഷാദൗത്യത്തിൽ 1592 പേരെ രക്ഷിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 90 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ടെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. കളക്ടറിന്റെ പേജിലൂടെ ഈ കാര്യം അറിയിക്കുന്നുണ്ട്. അനന്തകൃഷ്ണനുണ്ട് വിവരങ്ങളുമായിട്ട്. അനന്തൻ, ഇനിയിപ്പോൾ നാളെ രാവിലെ എപ്പോഴാണ് ഈ തെരച്ചിലിന്റെ പുനരാരംഭിക്കുന്നത്? എപ്പോഴായിരിക്കും അത്? എന്തൊക്കെ കേന്ദ്രീകരിച്ച് എങ്ങനെ നടത്താനുള്ള തീരുമാനമൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? നിലവിൽ ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ടല്ലോ. അക്ഷയ, നാളെ രാവിലെ അതിരാവിലെ തന്നെ 6 മണിയോടെ ഏകദേശം രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. ഏറ്റവും ശ്രമകരമായ കാര്യം മുണ്ടക്കൈയിലേക്ക് ഈ രക്ഷാപ്രവർത്തന സജ്ജീകരണങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. JCB പോലെ വലിയ ഉപകരണങ്ങൾ മുണ്ടക്കൈയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് ഈ ചൂരൽമല പാലം, ആ പുഴയ്ക്ക് കുറുകെയുള്ള പാലം സ്ഥാപിക്കണം. അത് കരസേന വിഭാഗം അതിന്റെ ജോലി ഇപ്പോഴും തുടരുകയാണ്. ആ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ മാത്രമേ JCB അടക്കമുള്ള വലിയ ഉപകരണങ്ങൾ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാൻ പറ്റൂ. അവിടെ ഈ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നീക്കി പരിശോധന നടത്തേണ്ടതുണ്ട്. അവിടെ കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. കുറെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് പുറത്തെടുത്തു. അതിനൊപ്പം തന്നെ ചൂരൽമല കേന്ദ്രീകരിച്ചും നാളെ തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. ചൂരൽമല ടൗൺ ഏകദേശം അവിടെ ആ ടൗൺ ഭാഗം തെരഞ്ഞെങ്കിലും താഴോട്ട് പിന്നീട് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെയുള്ള ഭാഗങ്ങളിൽ ഈ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. അതിനിടയിലെല്ലാം മനുഷ്യ ശരീരങ്ങൾ ഉണ്ടാകും എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അവിടെ രാത്രി വൈകി ഏതാണ്ട് 5:30 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. കോട ഇറങ്ങുകയും കാഴ്ച പൂർണ്ണമായും ഇല്ലാതാവുകയും ഇരുട്ട് വ്യാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ മഴ ഒരു ശല്യമായി നിൽക്കുന്നുണ്ട്. ഉച്ച തൊട്ട് പെയ്ത മഴ ഇപ്പോഴും അവിടെ തോർന്നിട്ടില്ല. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കൂടുതൽ അപകടാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം പുഴയിലെ ജലനിരപ്പ് ഇടയ്ക്ക് വർദ്ധിക്കാനും ഇത് കാരണമാകുന്നുണ്ട്. ഏതായാലും നാളെ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഈ അപകടത്തിൽപ്പെടാതെ, ഈ കുത്തൊഴുക്കിൽപ്പെടാതെ അവിടെ അവശേഷിച്ച ആൾക്കാരെയൊക്കെ ഈ ചൂരൽമലയിലേക്കും രക്ഷാ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് ഈ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അത് നാളെയൊക്കെ ആകുമ്പോഴേക്കും ദുഷ്കരമായ ഒരു ശ്രമമാകും. കാരണം ഈ JCB കൊണ്ടത് ഈ മണ്ണ് മാന്തിയൊക്കെ എടുക്കുമ്പോൾ ശരീരഭാഗങ്ങൾ ഇളകിപ്പോകുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് അവിടെ. അപ്പോൾ വളരെ ദുഷ്കരമായ ഒരു ശ്രമത്തിലേക്കാണ് നാളെ മുതൽ ഈ രക്ഷാദൗത്യം വഴിമാറുന്നത്. മാത്രമല്ല, ഒരുപാട് പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട്. നമ്മൾ സംസാരിക്കുന്നവരൊക്കെ അവരുടെ പരിചയക്കാരെയൊക്കെ കാണാനില്ല എന്നാണ് പറയുന്നത്. അവരെയൊക്കെ എവിടൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത്, അവരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും തീർച്ചയില്ലാത്തൊരവസ്ഥ. വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെ ഈ ചുരൽമലയിലും മുണ്ടക്കയിലുമായിട്ട് ഉള്ളത്. 2 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. അത് ഇനി ഒരിക്കലും തിരിച്ചു വരാത്തോണം ആ ഭൂമേഖല തന്നെ മാറിപ്പോയിരിക്കുന്നു. അവിശ്വസനീയമായ കാഴ്ചയാണ് ചുരൽമലയിലും മുണ്ടക്കയിലും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അക്ഷയ.